ഹേ പ്രറ്റീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച നൈറ്റി ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ യോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ലൈനിങ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ലൈനിങ് എടുത്തിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കി അതിൻ്റെ മിഡിലൊരു കട്ടിട്ട് കൊടുത്തു. അതിന് ശേഷം അതിനെ നിവർത്തി വെച്ച ശേഷം 2.25 ഞാൻ നല്ല നെക്കിനെടുത്തത്. 2.25 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ യോക്കിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം നമുക്ക് പിൻ കുത്തി കൊടുക്കാം. ഇങ്ങനെ അനങ്ങാതിരിക്കാനാണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ അരികിൽ കൂടി ഒരു 1/4 ഇഞ്ച് അളവിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബാക്ക് പാർട്ടും അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കട്ടിട്ടെടുത്ത് തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരികു ഭാഗത്തൂടെയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൽ തയ്യൽ തുമ്പിൽ കട്ടാകാത്ത വന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. തയ്യൽ തുമ്പിൽ കട്ടാകാതെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരച്ചിടാം. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിച്ച് ഇവിടെ ഒന്നും ഇങ്ങനെ പതിച്ചടിച്ചെടുക്കണം. അതുപോലെ ബാക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിട്ട ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ചേർത്തടിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലമുള്ളൂ. നമുക്ക് ഇവിടെ മാത്രം ഇങ്ങനെ ചേർത്തടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ടും ലൈനിങ്ങൊക്കെ ഇട്ട് രണ്ടും ശരിയാക്കി എടുത്തു. ഇനി ഈ ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ ഈ ഭാഗവും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചും കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ രണ്ട് ഭാഗവും നമുക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇത് രണ്ടും ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും ലൈനിങ് എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൽ ഇനി കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഷോൾഡറിൽ കൂടെ കയറ്റി ഭാഗത്തുകൂടെ കൊണ്ടുവന്ന് ഇവിടെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് യോക്കിൻ്റെയും മിഡിൽ ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മളൊരു 5 ഇഞ്ച് അകലത്തിൽ നമ്മളൊരു 5 ഇഞ്ച് ഇവിടെ നിന്ന് നമ്മളിതുവരെ 5 ഇഞ്ച് അടയാളപ്പെടുത്തണം. കാരണം ഇവിടെ നിന്ന് ഇത്രയും ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി, പ്ലേറ്റ് ഇട്ടാൽ മതി. അതിന് വേണ്ടി യോക്ക് എടുക്കുക,
യോക്കിൻ്റെ ഭാഗം ഉണ്ടോ, ഈ കൈക്കുഴിയെ ഉണ്ടോ, ഈ ഭാഗം ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലീറ്റ് ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യോക്കിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി, പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ വരെ 5 ഇഞ്ച്, ഈ ഭാഗത്തു നിന്ന് ഇവിടെ വരെ 5 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട, പ്ലീറ്റ് ഇടണ്ട. ഇവിടെ നിന്ന് ഇത്രയും ഭാഗമാണ് നമ്മൾ പ്ലീറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്കേർട്ടിൻ്റെ ഭാഗവും മിഡിൽ കണ്ടെത്തണം. മിഡിൽ കണ്ടെത്തിയിട്ട് അവിടെ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്നൊരു 5 ഇഞ്ച് അവിടെ നമ്മൾ അടയാളപ്പെടുത്തണം. നമുക്ക് അത്രയും ഭാഗം എന്തിടണ്ട, ഇവിടെ നിന്നാണ്. കാരണം ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ക്കരുത്, ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാൻ പാടുള്ളൂ. ഇവിടെ നമുക്കൊരു 5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ യോക്കിൻ്റെ നല്ല വശത്തേക്ക് ഈ സ്കേർട്ടിൻ്റെ നല്ല വശം എന്ത് ചെയ്യുക, ചേർത്ത് വയ്ക്കുക. ഇവിടം വരെ ചേർത്ത് വയ്ക്കുക. 5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നമുക്കൊരു പിന്ന് കുത്താം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗവും സ്കേർട്ടിൻ്റെ മിഡിൽ ഭാഗവും യോക്കിൻ്റെ മിഡിൽ ഭാഗവും ചേർത്തൊരു പിന്ന് കുത്താം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എത്ര 5 ഇഞ്ച് വീണ്ടും അകലം, ആ അകലം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അകലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിൻ കുത്താം. എന്നിട്ട് ഇത്രയും ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലീറ്റ് ഇടേണ്ടത്. ഇങ്ങനെ കുഞ്ഞു പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് എടുക്കാം മിഡിൽ വരെ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്ത് യോക്കും സ്കേർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് പ്ലീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ ഞാൻ അവിടെ ഒന്ന് പതിച്ചടിക്കുകയൊക്കെ ചെയ്തു. ഫ്രണ്ടിൽ ഞാൻ പതിച്ചടിച്ചില്ല, കാരണം അവിടെ ഞാൻ വിചാരിക്കുന്നൊരു ലേസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലേസ് വെച്ച് കൊടുക്കണോ അതോ ഈ ലേസ് വെച്ചാൽ കൊള്ളാമോ, അതോ ഇനി ഈ ലേസ് വെച്ച് കൊടുത്താൽ ഇത് കുറച്ച് ഓവറായി പോകത്തില്ലേ എന്നൊരു ഡൗട്ട്. അങ്ങനെ ചിന്തിക്കുകയാണ് ഏതാണ് കൊള്ളാവുന്നത്. നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ചെറുത് വെച്ച് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ലേസ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടിത് പതിച്ചടിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സ്ലീവ് പിടിപ്പിക്കണം. സ്ലീവ് വയ്ക്കുമ്പോൾ അതിലൊരു ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇനി അതൊക്കെ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി സ്ലീവിൽ എങ്ങനെ ലേസ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവിൽ 1 ഇഞ്ച് അകലത്തിൽ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ നിന്ന് ഇതുവരെ ലൈൻ വരയ്ക്കുക. ആ ലൈനിലേക്ക് ഈ ലേസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സാധാരണ ചെയ്താൽ മതി. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടേക്ക് ഈ ഭാഗം കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക.
കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം നോക്കി. അതിന് ശേഷം ഈ ഭാഗം നമ്മളിങ്ങനെ തിരിച്ചിടുക. ഉണ്ടോ? നന്നായിട്ടൊന്ന് തിരിച്ച് ശരിയാക്കി എടുക്കും. എന്നിട്ട് ഇത് തിരിച്ചിട്ട ശേഷം ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി സ്ലീവ് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ അടുത്ത സ്ലീവിൽ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ യോക്കിൽ ലേസ് എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ എൻ്റെ സ്ലീവിനും അടിയിൽ ലേസ് എല്ലാം വെച്ച് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിൽ സ്ലീവുകൾ തമ്മിൽ യോജിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം എടുക്കുക, ഇതിൻ്റെ മിഡിലെടുത്തിട്ട് ഇവിടെ വയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക, ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. അവസാനം പിന്നെ ഇത് സൈഡെല്ലാം യോജിപ്പിച്ച് അടിഭാഗം അടിച്ച ശേഷം ഇനി ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക്. രണ്ട് ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലേസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.